മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആസ്പിരേഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആസ്പിരേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്തായി ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ആസ്പിരേഷൻ റെഫേഴ്സ് ടു എ സ്ട്രോങ് ഡിസയർ ഓർ ambition to achieve something. Okay, it is the driving force behind our goals and dreams, shaping our actions and influencing our future. അപ്പോൾ ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്? ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത്, അതിനെയാണ് ആസ്പിരേഷൻ എന്ന് പറയുന്നത്. ഈ ആസ്പിരേഷൻ തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് വെച്ചിട്ട്? ലെവൽ ഓഫ് ആസ്പിരേഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കിപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ്. ചില കുട്ടികൾ ഒരു പരീക്ഷ എഴുതിയെന്ന് വെച്ചോ, ഒരു പരീക്ഷ കഴിഞ്ഞ് ചില കുട്ടികൾ പാസ്സായാൽ തന്നെ വളരെ ഹാപ്പിയാണ്. കണ്ടിട്ടില്ലേ അല്ലേ? പാസ്സാവുന്നത് തന്നെ വളരെ ഹാപ്പിയാണ്. എന്നാൽ ചില കുട്ടികളാണെങ്കിൽ 99 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും 100-ല്, എന്നാലും ഒരു മാർക്ക് എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? അപ്പൊ ഈ രണ്ട് കുട്ടികൾ തമ്മിൽ എന്താ ഡിഫറൻസ് വരുന്നത്? അവരുടെ ആസ്പിരേഷൻ ലെവൽസിലാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അതായത് 99 മാർക്ക് കിട്ടിയാലും ആ ഒരു മാർക്ക് എവിടെ പോയി എന്ന് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതിൽ വിഷമിക്കുന്ന കുട്ടിയുടെ ലെവൽ ഓഫ് ആസ്പിരേഷൻ എന്താണ്? വളരെ ഹൈ ആണ്. ആ കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത് 100 out of 100 മാർക്സ് ആണ്. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്ക് പോയാലും എന്താണ്? ഭയങ്കര വലിയ പ്രശ്നമാണ് അല്ലേ? എന്നാൽ അതേപോലെ തന്നെ പാസ്സായാലും സന്തോഷിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അവർക്ക് ലെവൽ ഓഫ് ആസ്പിരേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പാസ്സായി എന്ന് പറയുന്നത് തന്നെ എന്താണ്? വലിയൊരു കാര്യമാണ്. സോ ഇതാണ് ഈ ലെവൽ ഓഫ് ആസ്പിരേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ലെവൽ ഓഫ് ആസ്പിരേഷൻ റെഫേഴ്സ് ടു ദ പേഴ്സണൽ ഗോൾസ് ഓർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഇൻഡിവിജ്വൽ സെറ്റ് ഫോർ ദംസെൽഫ്. അപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താണത്? നമ്മൾ നമുക്കായിട്ട് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ലെവൽ ഓഫ് ആസ്പിരേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ ആ പഠിക്കാത്ത കുട്ടി അല്ലെങ്കിൽ വലിയ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആ കുട്ടി സെറ്റ് ചെയ്തിരിക്കുന്ന അവന് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്, അവന് തന്നെ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണിത് അല്ലേ? അപ്പം ആ കുട്ടി അവന് തന്നെ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വളരെ ലോ ആണ്. എന്നാൽ ഒരു പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒത്തിരി മാർക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താണ്? ഫുൾ മാർക്സ് ആണ്. അപ്പൊ ആ ഫുൾ മാർക്സിൽ എത്തിയാൽ മാത്രമേ ആ കുട്ടി അതിനെ സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ലെവൽ ഓഫ് ആസ്പിരേഷന്റെ ബേസിസിലാണ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് പോലും നമ്മൾ സ്വയമേ ഡിഫൈൻ ചെയ്യുന്നത്. സോ ലെവൽ ഓഫ് ആസ്പിരേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമുക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവൽ ഓഫ് ആസ്പിരേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? പാസ്റ്റ് സക്സസസ് ഓർ ഫെയിലിയേഴ്സ് influence these goals and reflect their future expectations. ഇത് എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്? മുന്നേ നമുക്ക് കിട്ടിയിരിക്കുന്ന ജയങ്ങളും തോൽവികളിലും രണ്ടും. ഓക്കെ, മുന്നേ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടും ജയവും തോൽവിയും എന്ത് ചെയ്യും? ഈ ലെവൽ ഓഫ് ആസ്പിരേഷനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. The concept plays a significant role in shaping human behavior, motivation and learning. അപ്പൊ ഈ ലെവൽ ഓഫ് ആസ്പിരേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ മനസ്സിലായില്ലേ എന്താന്ന്? അതായത് ലേണിംഗിലൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര പഠിച്ചാലും ഫുള്ള് പഠിച്ചാലും ആ കുട്ടി എന്താ പറയാ? പഠിച്ചു കഴിഞ്ഞില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ കുട്ടി കള്ളം പറയുന്നതാണോ? അല്ല, ആ കുട്ടിയുടെ ഒരു എന്താ പറയാ, പഠിച്ചു എന്ന് പറയുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം പഠിച്ച് എല്ലാം 100% അറിയാവുന്നേ ആ കുട്ടിക്ക് അത് പഠിച്ചു എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ആ കുട്ടിയുടെ ലെവൽ ഓഫ് ആസ്പിരേഷൻ ഒത്തിരി ഹൈ ആണ്. എന്നാൽ നമ്മൾ പുറമേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ, അവള് പഠിച്ചാലും കള്ളവേ പറയത്തുള്ളൂ, പഠിച്ചു എന്ന് പറയില്ല എന്ന് പറയും അല്ലേ? സോ എന്താണ്? ലേണിംഗ് പ്രോസസ്സിലും നമുക്കുണ്ടാകുന്ന മോട്ടിവേഷനിലും നമ്മുടെ ബിഹേവിയറിൽ പോലും ഈ ലെവൽ ഓഫ് ആസ്പിരേഷൻ ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡന്റ് അച്ചീവ്മെന്റ്സ്, മോട്ടിവേഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി വിത്ത് റെസ്പെക്ട് ടു നമ്മൾ നോക്കുമ്പോൾ, അതായത് നമ്മുടെ സബ്ജക്ട് തന്നെ എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിക്കുകയും വേണം അല്ലേ?